അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു മാച്ച്. നമ്മൾ എക്സ്പെക്റ്റ് ഒന്നും ചെയ്തില്ല ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുമെന്ന് പോലും. പക്ഷേ ഭയങ്കര രസമായിട്ട് ഈ ഒരു ടൂർണമെൻറ്റ് പോയി. ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്നൊരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഒരു റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ടായിരിക്കും മലയാളം സീസണിലെ കണ്ടസ്റ്റൻസുകൾ ഒരുമിച്ച് കൂടുന്നത്. ഈ 6 സീസണുകളിൽ 126ഓളം കണ്ടസ്റ്റൻസ് ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ആളുകളെ വിളിച്ചു കൂട്ടി ഒരു ടീം ഉണ്ടാക്കി. ആദ്യം ഒരു മീറ്റപ്പ് നടത്തി, അതിനുശേഷം ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആഫ്റ്റർ ദാറ്റ് നമ്മളിങ്ങനെ ഒരു ഫസ്റ്റ് ഇവൻ്റ് എന്നോളോളം ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ നിന്ന് അമ്മാതിരി പണിയെടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് സന്തോഷം. ആ പണിയെടുക്കാൻ ചില്ലറ കാര്യമല്ലായിരുന്നു. ഇപ്പം എല്ലാവർക്കും അറിയാം, എല്ലാ സീസണുകളിലും ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ തമ്മിൽ അടിച്ചങ്ങ് പോവുകയാണ് കാണുന്നത് എല്ലാവരും. ആ അടുത്ത് നിന്ന് അവിടെ മുതൽ ഇതുവരെ അടിച്ചവരും മടിക്കാത്തവരും എല്ലാവരും ചേർന്നിട്ട് തന്നെയാണ് ഇനിയൊരു കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത്. ഷോ എന്ന് മാത്രമാണ് അത്, നമ്മൾ പ്ലാനിങ്ങിലാണ്. അതൊരു സർപ്രൈസാണ്. ഞങ്ങളിങ്ങനെ അടുത്ത ഒരു ടീമും കൂടെ, അപ്പോൾ ഇനിയും ഇത് കൂടുതലായിട്ട് ആളുകൾക്ക് നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതും കൂടെ വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങളൊരു മെഗാ മീറ്റപ്പ്, മെഗാ ഇവൻറ്റ്, അത് സീസൺ 7 കണ്ടസ്റ്റൻസിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും. ഇപ്പോൾ ഇത്ര അടിപൊളിയായിട്ട് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ചേച്ചീൻ്റെ ഒക്കെ സംഘാടന വിഭാഗം അടിപൊളിയാണ്. പക്ഷെ ഇതിനകത്ത് 3 വിന്നേഴ്സിൽ കാണുന്നില്ല. അതെന്താണ് സംഭവം? 3 വിന്നേഴ്സ് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ, അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് നമ്മൾ ആക്സസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും നമുക്കറിയില്ല. നമ്മൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല വരുന്നവർക്ക് വരാം. ഒരു സമയത്ത് വരാത്തതാണ് അറിയില്ല നമുക്ക്. ഞങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരെ മൊത്തം കളിപ്പിച്ചിട്ടുണ്ട്. എല്ലാം. പിന്നെ വന്ന ആൾക്കാരിൽ കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അവര് പലരും മാറി നിന്നപ്പോൾ ചേച്ചിയൊക്കെ ചേച്ചി ഒന്നും കളിക്കാൻ പറ്റാത്ത ആൾക്കാരായിരുന്നു. അവർക്ക് വന്നു. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓക്കെ.